ക്രിസ്തുവിൽ ധന്യരായ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ എളിയവൻ്റെ വന്ദനങ്ങൾ. സമ്പൂലമായ ലോകത്തിൽ ഒരു രാത്രി കൂടെ സമാധാനത്തോടെ കിടന്നുറങ്ങി ഒരു നല്ല പ്രഭാതത്തിലേക്ക് ഉണർന്നു വരുവാൻ നമുക്ക് കൃപയും പ്രാപ്തിയും തന്ന ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നെഹമ്യാവ് എന്ന മനുഷ്യൻ അന്ന് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജകൊട്ടാരത്തിൽ തൻ്റെ യജമാനായ രാജാവിനോട് യഹൂദയിലേക്ക് തനിക്കൊന്ന് മടങ്ങിപ്പോകുവാനുള്ള അനുവാദം ചോദിക്കുന്നു. എന്നെ ഒന്ന് അയക്കണമേ എന്ന് അദ്ദേഹം പറയുന്നു. 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നിനക്ക് എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരും എന്ന് രാജാവ് ചോദിച്ചിട്ട് അവന് പോകുവാൻ അനുമതി കൊടുക്കുന്നു. അങ്ങനെ അവൻ എന്നെ അയച്ചു എന്ന് നെഹമ്യാവ് പറയുന്നു. സുദീർഘമായ ചില ദിവസങ്ങൾക്ക് മുൻപ് നെഹമ്യാവ് ദൈവസന്നിധിയിൽ യെരൂശലേമിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കേട്ടിട്ട്, അവിടെ മതിലുകൾ തകർക്കപ്പെട്ടും വാതിലുകൾ തീവച്ച് ചുട്ടുകരിക്കപ്പെട്ടും ഒരു ശേഷിപ്പ് അവിടെ ബഹുകഷ്ടത്തിലിരിക്കുന്നു എന്നുള്ള വാർത്തയുടെ മുൻപാകെ കരഞ്ഞും ഉപവസിച്ചും ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ദൈവസന്നിധിയിൽ നിരവധി ആളുകൾ യെരൂശലേമിൽ തകർച്ചയുടെ നടുവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നെഹമ്യാവിനെ പോലെ ഈ രാജ്യത്ത് അടിമകളാക്കി കൊണ്ടുവരപ്പെട്ടവരിൽ ഒട്ടനവധി പേർ ആ രാജ്യത്തെ പല സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോഴും പ്രാർത്ഥിക്കാൻ മനസ്സുവെച്ചത് നെഹമ്യാവ് മാത്രമാണ്. സ്വന്തം ജാതിക്ക് വേണ്ടി, സ്വജനത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മനസ്സുവെച്ചവനെ അവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി, യെരൂശലേമിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി, മതിലുപണിക്കു വേണ്ടി ദൈവം അയക്കുന്നു എങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം എനിക്ക് തരുന്ന സന്ദേശം ഞാൻ പറയാം. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട്, പ്രാർത്ഥിക്കുന്ന നിന്നെ എന്തിനു വേണ്ടി നീ പ്രാർത്ഥിച്ചോ, ഏത് വിഷയത്തിന് മുമ്പിൽ ദൈവസന്നിധി ഉപവസിച്ചോ കരഞ്ഞോ, ആ വിഷയത്തിൻ്റെ മറുപടിയായി, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അതിനുവേണ്ടി ദൈവപ്രവൃത്തി ചെയ്തെടുപ്പാൻ പ്രാർത്ഥിച്ചവനെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നാം പ്രാർത്ഥിച്ചെങ്കിൽ, നാം കരഞ്ഞെങ്കിൽ, ആ വിഷയത്തിന് മുൻപിൽ ദൈവപ്രവൃത്തി നമ്മിലൂടെ ചെയ്തെടുപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നെഹമ്യാവ് പ്രാർത്ഥിച്ചതിന് മറ്റൊരുത്തിനെ അല്ല ദൈവം അയക്കുന്നത്, നെഹമ്യാവിനെ തന്നെ ദൈവം അയച്ചു. എങ്ങനെ? തുറന്നുള്ള വാക്യങ്ങളിൽ നെഹമ്യാവ് പറയുന്ന പദമുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതെ, അയക്കുന്ന ദൈവം അനുകൂലമായി തൻ്റെ കരം നീട്ടി തൻ്റെ പ്രവൃത്തി നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ മുന്നേറാം, ദൈവപ്രവൃത്തിക്കായി ഒരുങ്ങാം, ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, തയ്യാറെടുക്കാം. ദൈവം അതിന് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.